ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കെ. സുരേന്ദ്രന് പതാക കൈമാറിയാണ് പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായാലും പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടുതലായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി പദയാത്രയ്ക്കുണ്ടല്ലോ. എങ്ങനെ നോക്കിക്കാണണം? എന്താണ് വിശദവിവരങ്ങൾ? ലക്ഷ്മി, കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവ് തന്നെയാണ് ബി.ജെ.പി. ഈ പദയാത്രയിലുടനീളം ഉയർത്തി കാണിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വലിയൊരു തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ പദയാത്രയിൽ ശ്രദ്ധേയമായിരുന്നു. ഗോവ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രമോദ് സാവന്താണ് ഈ കെ. സുരേന്ദ്രൻ നയിക്കുന്ന സുരേന്ദ്രൻ NDA ചെയർമാൻ, ഒപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയും കൂടി അലങ്കരിക്കുന്നുണ്ട്. NDA ചെയർമാൻ എന്ന പദവിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പദയാത്ര നടത്തുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ ഒരു പദയാത്ര തന്നെയായിരുന്നു കാസർഗോഡ് നഗരത്തെ ഇന്നലെ ഇളക്കി മറിച്ചുകൊണ്ട് കാണാൻ സാധിച്ചത്. സമാനമായ രീതിയിലായിരിക്കും നാളെ കണ്ണൂരിൽ നടക്കുന്ന പദയാത്ര എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം സംഘടനാ തലത്തിൽ തന്നെ വലിയ തോതിൽ പ്രവർത്തനം കാഴ്ചവെക്കുക, സംഘടനാ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദയാത്ര. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ CPM-ഉം സർക്കാരും കോൺഗ്രസും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുന്നില്ല, കേന്ദ്രം അതിൽ വീഴ്ച വരുത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രചരണം CPM-ന്റെ ഭാഗത്തു നിന്നും പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് തെറ്റാണ് എന്ന് തുറന്നു കാണിക്കുകയാണ് ഈ ഒരു പദയാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കി. കാരണം നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ കൃത്യമായി കേന്ദ്രത്തിന് നൽകിയ സാമ്പത്തിക സംവിധാനത്തെ കുറിച്ച് കൃത്യമായി തന്നെ വിവരിച്ചതാണ്. ഇപ്പോൾ നിലവിൽ CPM-ഉം കോൺഗ്രസും പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായും സർക്കാർ നടത്തുന്ന ഈ ഒരു പ്രചരണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരു പദയാത്രയിൽ ഉടനീളം ബി.ജെ.പി. ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു ലക്ഷ്യം സംഘടനാ തലത്തിൽ ബി.ജെ.പിയെ കൂടുതൽ വളർത്തുക, ബൂത്ത് തല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യവും കൂടി ബി.ജെ.പി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലക്ഷ്യം വയ്ക്കുന്നു. എന്തായിരുന്നാലും പദയാത്ര കഴിഞ്ഞ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അത് ഏറെ വിജയം കണ്ടിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ കാസർഗോഡ് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വലിയ പദയാത്രയ്ക്കായിരുന്നു ബി.ജെ.പി. തുടക്കം കുറിച്ചത്. എന്തായിരുന്നാലും മുൻകാലങ്ങളിൽ ബി.ജെ.പിയുടെ പദയാത്രകളിലേക്ക് ജനശ്രദ്ധ നേടുന്നതിലധികം പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ടും പൊതുസമൂഹത്തിലെ ജനങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു പദയാത്ര എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് 7 കിലോമീറ്റർ കെ. സുരേന്ദ്രനൊപ്പം പദയാത്രയുടെ ഭാഗമായത്. ഇത് ജനദ്രോഹ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള തങ്ങളുടെ വലിയ രീതിയിലുള്ള താക്കീതാണെന്നാണ് കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ പദയാത്രയിലുടനീളം ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഈ ഒരു പദയാത്രയ്ക്ക് തുടക്കം കുറിച്ച സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇന്ന് പദയാത്രയ്ക്ക് അവധിയാണ്. അടുത്ത ദിവസം നാളെ ആണ് കണ്ണൂർ ജില്ലയിൽ പദയാത്ര പര്യടനം നടത്തുക. അത് കഴിഞ്ഞതിന് ശേഷം വയനാട് ജില്ലയിലും പര്യടനം നടത്തും. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ മൊത്തം ബി.ജെ.പി. പ്രവർത്തകരും ഈ പദയാത്ര. കാരണം ഭാരതമൊട്ടാകെ നടക്കുന്ന വലിയ രീതിയിലുള്ള വളരെ പോസിറ്റീവായ മാറ്റങ്ങളുണ്ടല്ലേ ഈ കഴിഞ്ഞ 10 വർഷങ്ങളായി. അതിനോട് കേരളവും മുഖം തിരിഞ്ഞ് നിൽക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി പദയാത്ര മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെ മത, സാമുദായിക, സാംസ്കാരിക നേതാക്കന്മാരൊക്കെ കൂടിക്കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ചയുണ്ട്. അതുകൂടാതെ കൂടുതൽ പേരിലേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികൾ, നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ്, കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വികസനക്ഷേമ പദ്ധതികളിൽ അംഗമാകാൻ കൂടി ഈ പദയാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ എല്ലായിടത്തും സജ്ജമാക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടി കിട്ടുന്നുണ്ടല്ലോ.
തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യം BJPക്ക് ഈ പദയാത്രയിൽ ഉടനീളമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായവരെയും അല്ലാത്തവർക്കും ഈ പദ്ധതികളുടെ പ്രയോജനവും പദ്ധതിയെ സംബന്ധിച്ച് കൂടുതൽ വിവരണങ്ങൾ നൽകുകയും അവരെ കൂടുതൽ ഇതിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ഈ പദയാത്രയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. വെറും ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള പദയാത്രയായി മാത്രം നമുക്ക് ഈ ഒരു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയെ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് ഗുണഭോക്താക്കളിലേക്ക് കേരളത്തിലെ ഗുണഭോക്താക്കളിൽ രാഷ്ട്രീയമായി തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഇടയാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാ ജനങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ എത്തുക, സബ്സിഡി ലോണുകൾ എത്തുക, കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളെ മനസ്സിലാക്കിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദയാത്രയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ പദയാത്രയിൽ ഉടനീളം ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ഏത് പദ്ധതിയിലാണ് തങ്ങൾ ഗുണഭോക്താക്കൾ ആകേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള വിവരണവും ഈ പദയാത്രയിൽ ഉടനീളം ഇതിന്റെ സംഘാടകർ നൽകുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ ശക്തമാക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലേക്ക് രാജ്യം എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും സജീവമാണെന്ന് ജനങ്ങളിലേക്ക് ആ ഒരു വാഗ്ദാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ഒരു പദയാത്രയിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ മോദിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം എന്ന മുദ്രാവാക്യമാണ് ഈ ഒരു പദയാത്രയിൽ ഇപ്പോൾ BJP നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു മോദിയുടെ ഗ്യാരണ്ടിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന പൊതുസമ്മേളനത്തിൽ കാണാൻ സാധിച്ചതും ഇത്തരത്തിലാണ്. നിരവധി CPM-ലെയും കോൺഗ്രസിന്റെയും മറ്റു ഇതര രാഷ്ട്രീയ കക്ഷികളിലെയും നിരവധി പ്രവർത്തകർ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് നേരിട്ട് പോലും കാണാൻ സാധിച്ചു. ഈ പൊതുസമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ CPM-ന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഉന്നത ചുമതലയുള്ള നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ദേശീയധാരയിലേക്ക് എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് അത് സജീവമായി തന്നെയാണ് BJP ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെ മോദിക്കൊപ്പം നിൽക്കുമ്പോൾ കേരളവും സമാനമായ രീതിയിൽ മോദിക്കൊപ്പം നിൽക്കണം. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങൾ ഇതെല്ലാം എണ്ണി പറഞ്ഞു തന്നെയാണ് BJPയുടെ പദയാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായിരുന്നാലും നാളെയാണ് ഇനി കണ്ണൂർ ജില്ലയിലെ പര്യടനം, അതിനുശേഷം വയനാട് ജില്ലയിലേക്ക് പര്യടനം അതിന്റെ അടുത്ത ദിവസം കടക്കും. സജീവമായ ഒരുക്കങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.